സോ വെൽക്കം ബാക്ക് ടു വെള്ളാട്ട് പോക്കർ. സഹോദരി സഹോദരന്മാർക്കെല്ലാം നമസ്കാരം. അപ്പോ ഇന്നലെ മെനിങ്ങാന്നുമായിട്ടൊക്കെയാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോ അത്യാവശ്യം കുറച്ച് ഷോർട്സ് ഒക്കെ നമ്മൾ ഈ വെള്ളാട്ട് പോക്കർ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അതിനൊക്കെ അത്യാവശ്യം വ്യൂവേഴ്സ് ഉണ്ട്. സന്തോഷം, ഭയങ്കര സന്തോഷം. പിന്നെ ഒരു ലൈക്ക് ആണെങ്കിലും 2 ലൈക്ക് ആണെങ്കിലും ഒരു കമന്റ് ആണെങ്കിൽ പോലും നമുക്ക് അത്രയ്ക്ക് സന്തോഷമാണ് കേട്ടോ. കാര്യം നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ഓർക്കുമ്പോൾ സന്തോഷമുണ്ട്. പിന്നെ മാക്സിമം കാണുന്നവരെല്ലാം നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് നമ്മുടെ കൂടെ തന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. നിങ്ങളെപ്പോലെ ഒരുത്തനാണ്, സാധാരണക്കാരനാണ്. നമ്മുടെ സൗണ്ടും എവിടെങ്കിലുമൊക്കെ എത്തട്ടെ, ആരെങ്കിലുമൊക്കെ കേൾക്കട്ടെ. അല്ലെങ്കിൽ ഇതിനകത്തുനിന്ന് നമുക്കൊരു ഇൻകം വന്നു തുടങ്ങിയാൽ ഒരുപാട് നന്മയുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് ഒരുപാട് ആഗ്രഹത്തോടെയാണ് ശരിക്കും പറഞ്ഞത് ചെയ്യുന്നത്. ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റട്ടെ. അതിന് കാണുക നിങ്ങളെല്ലാവരും കൂടെ നിൽക്കുക. നിങ്ങളുടെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ആ ഒരു ഫാമിലി പോലെ എപ്പോഴും നിങ്ങൾ കൂടെ ഉണ്ടാവണം എന്നാണ് എൻ്റെ ആഗ്രഹം. സോ വീണ്ടും വെൽക്കം ബാക്ക്. എല്ലാവരും കൂടെ നിൽക്ക്, എല്ലാവരും സപ്പോർട്ട് ചെയ്യ്. കാണുന്നവരെല്ലാം ആ ലിങ്കിൽ പോയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു. ഫുൾ ലെങ്ത് വീഡിയോസ് ഒക്കെ അതിനകത്ത് ഉണ്ടാവും. സമയം കിട്ടുമ്പോൾ എല്ലാം കാണ്. അപ്പൊ നമുക്ക് ഇപ്പോ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കുറച്ച് പ്രശ്നത്തിലേക്ക് പോയാലാ ബാബോ. ഇന്ന് മെയിൻ തന്നെ, അതായത് ഇന്ന് ഫസ്റ്റ് വീഡിയോ. ഓക്കെ, ഇന്നത്തെ ഫസ്റ്റ് വീഡിയോയിലോട്ട് പോവാം. 17 வயசு சிறுவர்கள் 4 பேர் சேர்ந்து ஒரு மனுஷனோட உடம்புல 20 வெட்டுக்காயம் போட்டிருக்காங்க. இந்த சம்பவம் திருவள்ளூர் மாவட்டம் திருத்தணியில நடந்திருக்கு. தான் ரீல்ஸ் அப்லோட் பண்ணுங்கிறதுக்காக ரெயில்ல ஒரு ஓரமா உட்கார்ந்துட்டு இருந்தவட்ட போய் கத்தியை காமிச்சு தேவையில்லாம சச்சரவை உண்டாக்கி இருக்காங்க. அவர் கத்திய உள்ளவைன்னு சொன்னதுக்காக திருத்தணி ரயில்வே ஸ்டேஷன்ல இருந்து ஆரம்பிச்சு ரயில்வே குடியிருப்பு வரைக்கும் இழுத்துட்டு போய் யாரும் இல்லாத இடத்துல போட்டு 20 தடவை வெட்டியிருக்காங்க. அதை வீடியோவா எடுத்து அப்லோடும் பண்ணியிருக்காங்க. മനസ്സാക്ഷിയേ ഇല്ലയാടാ ഉங்களுக்குலாம். 17 വയസ്സ് സിറുവர்கள் ബോധപ്പൊരുളെ പോട്ടിട്ട് என்ன. ഇന്ന് തമിഴ്നാട്ടില് ഇന്നലെ ഇന്നോട്ടൊക്കെ ഉണ്ടായ ഒരു സംഭവമാണ്. തിരുനെൽവേലിയാ ഏകദേശം അതിനിടയ്ക്ക് വെച്ച് ഏതോ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് 4 തന്തയില്ലാത്തവന്മാർ എന്ന് തന്നെ പറയാം. മാർക്ക് 17 വയസ്സേ ഉള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിച്ചോ. 17 വയസ്സുള്ള 4 തന്തയ്ക്ക് മുമ്പുണ്ടായ പിള്ളേര് ഒരുത്തനെ ട്രെയിനിൽ വെച്ച് അതിക്രൂരമായിട്ട് വെട്ടി അവൻ മരിച്ചിട്ടില്ല എന്നാണ് കേട്ടത്. സന്തോഷം. പക്ഷെ അവനെ ഒന്നിനും കൊള്ളാത്തൊരു തരത്തില് ആക്കിയിട്ടുണ്ട്. ഇവന്മാര് കത്തി എന്തോ എടുത്ത് ഇവനെ വിരട്ടാൻ വേണ്ടിയിട്ട്, ഞാൻ ന്യൂസിൽ കണ്ടതാണ്, കത്തി എന്തോ എടുത്തിട്ട് വിരട്ടാൻ വേണ്ടിയിട്ട് കാണിച്ചപ്പോ ഇവൻ കത്തി എടുത്ത് വെക്കാൻ പറഞ്ഞു. അതിനെ ചൊല്ലി ഇവർ തമ്മിൽ പരസ്പരം വഴക്കായി. ഇവനെ ഏതോ ഒരു ഭാഗത്ത്, അതായത് ആ ട്രെയിനിൽ വെച്ച് മർദ്ദിക്കുന്ന വീഡിയോയും ഉണ്ട്. ഈ തന്തയില്ലാത്തവന്മാർ തന്നെയാണ് ഈ വീഡിയോ എടുത്തതെന്ന് നിങ്ങൾ ഓർക്കണം കേട്ടോ. ഈ 17 വയസ്സുള്ള ഈ തന്തക്ക് പറക്കാത്തവന്മാരെടുത്ത വീഡിയോ ആണിത്. ഇവന്മാരുടെയൊക്കെ ധൈര്യം എന്ന് പറയുന്നത്, ഇപ്പൊ സിനിമകൾ ഒരുപാടുണ്ടല്ലോ, ഇപ്പൊ എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഒരു തരത്തിൽ സിനിമകളിൽ നിന്നാണല്ലോ. 17 വയസ്സിന്റെ താഴെ, അതായത് 18 വയസ്സിന്റെ താഴെ ആണെന്നുണ്ടെങ്കിൽ ഇവനെയൊക്കെ ജൂനിയർ ഹോം അല്ലാന്നുണ്ടെങ്കിൽ അതേപോലുള്ള സ്ഥലത്തേക്ക് പോയിട്ട് അതേപോലെ ഇനി തിരിച്ചു വരാം. ഇതിനപ്പുറത്തേക്ക് വലിയ കേസുകളൊന്നും പോകത്തില്ല എന്നുള്ള ഇവന്റെയൊക്കെ തലക്കകത്തുള്ള ഒരു ചിന്തയാണ് ഇതിന്റെയൊക്കെ മെയിൻ കാര്യം. ഈ തന്തയില്ലാത്ത 4ന്റെയും കയ്യും കാലും വെട്ടിക്കളയുക, ഇവരെയൊക്കെ ജീവിക്കാൻ വിടുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ സാർ എവിടെങ്കിലും ആരെങ്കിലും എത്തിച്ചു കൊടുത്ത് നിങ്ങളിത് കണ്ടാൽ, നിങ്ങൾ ഇത് പാത്തിങ്ങണാൽ இந்த തന്തയ്ക്ക് പറക്കാത്ത പുണ്ടൈകളെ കൊന്നു പൂട്ടുങ്ക. ഇതിപ്പോ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് മനസ്സിലാവൂല. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് സംഭവിക്കുമ്പോഴോ, നിങ്ങളുടെ മക്കൾക്ക് സംഭവിക്കുമ്പോഴോ, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് സംഭവിക്കുമ്പോഴോ അതിന്റെ ഒരു ഇതിപ്പോ അവന്റെ തന്തയ്ക്കും തള്ളയ്ക്കും മാത്രമേ അറിയുള്ളൂ ഇതിന്റെ സങ്കടം. സത്യം, ഇതിന്റെ ശരിക്കുമുള്ള സാധനം അവന്റെ തന്തയ്ക്കും തള്ളക്കും മാത്രമേ ആ ഒരു വിഷമം അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ മനസ്സിലാവുള്ളൂ. ഇപ്പൊ ഇതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ നാളെ ഇത് നിനക്ക് സംഭവിക്കും, എനിക്ക് സംഭവിക്കും, നമ്മുടെ കുടുംബത്തിൽ ഓരോരുത്തർക്കും സംഭവിക്കും. അത് സംഭവിക്കാതിരിക്കട്ടെ, പുറത്തു വരട്ടെ, കർശനമായ നടപടി എടുക്കട്ടെ ഗവൺമെന്റ്, സർക്കാർ കർശനമായ ഗവൺമെന്റ് നടപടി എടുത്തിട്ട് ഇതിനെ ചെയ്യട്ടെ എന്താണെന്നുണ്ടെങ്കിലും. അപ്പോ അടുത്തൊരു വീഡിയോയിലോട്ട് പോവാം. അടുത്ത വീഡിയോ എന്താ വിളിച്ച മോനെ? അവധിക്കാലത്ത് ക്ലാസ് എടുക്കുന്നുണ്ട്. അവധിക്കാലത്ത് ക്ലാസ് എടുക്കുന്നതിനെ ചൊല്ലിയിട്ട് ഏതോ ഒരു കോഴിക്കോട് നിന്നൊരു പയ്യൻ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിനെ വിളിച്ചതാണ്. വിദ്യാഭ്യാസ മന്ത്രി
കേട്ടോ. മന്ത്രിയല്ലേ? വിദ്യാഭ്യാസ തൊഴിൽ മന്ത്രി. ആ ഇത് കോഴിക്കോട് മേപ്പയൂർ പഞ്ചായത്ത് നിന്നാണ്. ആ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നത്? 7ാം ക്ലാസ്സിൽ. എന്താ വിളിച്ച മോനെ? അവധി അവധി കാലത്ത് ക്ലാസ് എടുക്കുന്നുണ്ട്. ആരാ എടുക്കുന്നത്? കീപ്പയൂർ AP സ്കൂൾ. TPUR AUP സ്കൂളാ? വിദ്യാഭ്യാസ തൊഴിൽ മന്ത്രി. ആരാ ക്ലാസ്? ഏതൊക്കെ ക്ലാസ് എടുക്കുന്നത്? എന്തോ അല്ല, അത് ക്ലാസ് ഒന്നും നടത്തേണ്ട കാര്യമില്ല. ഈ സമയം കളിക്കേണ്ട സമയമാണ്. പറഞ്ഞത് കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കളിക്കേണ്ട പ്രായമാടാ. പഠിത്തം മാത്രം മതിയോ? പഠിത്തം വേണം ജീവിതത്തില്. എഡ്യൂക്കേഷൻ മെയിനാണ്. പക്ഷെ അതേപോലെ തന്നെ കായികവും വേണം. കളി പഠിക്കട്ടാ, പിള്ളേർ കളിക്കാൻ പഠിക്കട്ടെ. ക്ലാസ് എടുക്കാൻ പാടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു എന്ന് പറയുക കേട്ടോ. എന്റെ പേര് പറയത്തില്ല കേട്ടോ. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന അഫ്സലേ, പേര് ആരും പറ. പക്ഷേ ഈ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുക്കന്റെ അടുത്ത് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു എന്ന് പറയുന്നതിലുപരി സാർ നിങ്ങൾക്കത് നടപടി നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ച് പറഞ്ഞ് ആക്ഷൻ എടുത്തുകൂടെ? അടുത്തൊരു ന്യൂസിലോട്ട് പോകാം. അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് സ്വന്തം കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുന്ന സ്വന്തം എവിടായിരുന്നു കുറെ കാലം ആയല്ലോ കണ്ടിട്ട്. ഒരു സമയത്ത് ഇയാളെ ഉള്ളായിരുന്നു. ഒരു സമയത്തല്ല, ഈ കഴിഞ്ഞ ഇലക്ഷന് മുമ്പ് വരെ ഇയാളെ ഉള്ളായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടായിരുന്നോ? രാഹുൽ മാങ്കൂട്ടം വിളിച്ചായിരുന്നോ? അങ്ങനെയൊക്കെ. ബംഗാളിയുടെ അടിവയറ്റിൽ ചവിട്ടുന്നവൻ അവൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ കടോര ഹൃദയനേക്കാൾ വലിയ ക്രൂരനാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഈ മുകേഷും നമ്മുടെ ഗോവിന്ദച്ചാമി. ഏത് മുകേഷിനെ പറ്റിയായി പറയണേ? കൊല്ലത്തെ MLA മുകേഷിനെ പറ്റിയാണോ പുള്ളി പറയുന്നത്? ഗോവിന്ദച്ചാമിയുമായിട്ട് ഉപമിച്ചാണ് മുകേഷിനെ പറയുന്നത്. ഇതേപോലെ ഇയാൾ ഒളിവിലായിരുന്ന സമയത്ത് ഇദ്ദേഹം മറ്റേ അതിജീവിതയെ പീഡിപ്പിക്കാൻ പോയതാണോ, കയറി പിടിച്ചതാണോ? ഇനി ഇവര് തമ്മിലുള്ള ബന്ധം എന്തായാലും, ഇവര് തമ്മിലുള്ള വെടിവെപ്പ് പുറത്തു വന്നപ്പോ നമ്മുടെ മുകേഷിന്റെ അടുത്തൊരു ന്യൂസ് ചാനൽ ഇതേപോലെ പോയിട്ട് ചോദിക്കുകയുണ്ടായി, എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വല്ല വിവരം ഉണ്ടോ, അറിവുണ്ടോന്നൊക്കെ. പക്ഷെ അന്ന് എനിക്ക് തോന്നുന്നു അയാൾ ഇത്രയും മോശമായിട്ടുള്ള രീതിയിലെല്ലാം തോന്നുന്നുണ്ട് പ്രതികരിച്ചത്. അത് പാർട്ടി ചെയ്യും, അതിൽ പോലീസുകാരുണ്ട് എന്നൊക്കെ ഉള്ളൊരു മറുപടി ആണെന്ന് തോന്നുന്നു. എനിക്കത് കൃത്യമായി ഓർമ്മയില്ല, എന്നാലും ഏകദേശം ഞാൻ അങ്ങനെയാണ് കേട്ടത്. ഇപ്പൊ ഇവരെന്തോ പറ്റി? ഇവര് തമ്മിൽ അടിച്ചു പിരിഞ്ഞോ? ഏതാണ്ട് ഒരേ ലൈനിൽ വരുന്ന ഹാബിച്വലോഫൻഡർമാരാണ് എന്ന് അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. നിങ്ങളുടെ MLA, ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു നാടിന്റെ MLA, ഒരു ജനപ്രതിനിധി അയാളെ കാണാനുണ്ട്. എവിടെയാണെന്ന് പറയണ്ടേ? ഒളിച്ചു കളിക്കുകയാണ്. ജനങ്ങൾ എവിടെയായിരുന്നടാ? ഇവൻ എവിടെയായിരുന്നടാ? ഇവൻ ഈ പറഞ്ഞ കളിയും കളിച്ചിട്ടല്ലേ ഒളിവിൽ പോയത്. എന്നിട്ട് ഇവൻ ഇതെവിടായിരുന്നു ശരിക്കും കേട്ടോ? ഞാൻ വിചാരിച്ചു ഇവനെ കിട്ടിയ അപ്പൊ തന്നെ ഇവനെ എനിക്കൊന്ന് ഇവനെ UP യിലേക്ക് കടത്തുമെന്ന് ഞാൻ വിചാരിച്ച. അമ്മാതിരി പരാക്രമം അല്ലേ ഇവിടെ കാണിച്ചുകൊണ്ട് നടന്നേ. ന്യൂസ് ചാനൽ വെക്കാൻ പറ്റത്തില്ല, യൂട്യൂബ് ഒന്നും എടുക്കാനേ പറ്റൂല. നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടോ? അതിജീവിത. എന്തായാലും പുതിയൊരു സാധനം വന്നു. എന്തായാലും രാഹുൽ മാങ്കൂട്ടം കാരണം പുതിയൊരു സാധനം വന്നിട്ടുണ്ട്, അതിജീവിത. ഇപ്പൊ എല്ലാം അതിജീവിതമാരാ. ഇപ്പൊ കിടന്നു കൊടുത്തിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് അതിജീവിതയാ സാറേ, രക്ഷപ്പെടുത്ത് സാറേ, എന്നെ പീഡിപ്പിച്ച് 2.5 ആഴ്ച പീഡിപ്പിച്ച് എന്നൊക്കെയുള്ള തരത്തിലാണ് കേസ് പോണേ. എനിവേ, തോക്കുള്ളവൻ വെടിവെക്കട്ടെ, തോക്കില്ലാത്തവർ മൂഞ്ചിയിരിക്കട്ടെ. MLA ബോർഡ് പോലും ഒഴിവാക്കി ഒരു വാഹനത്തിൽ ഇങ്ങനെ കറങ്ങി പല വേഷത്തിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നിങ്ങൾ ഈ നാടിന്റെ പൊതുസമൂഹത്തോട് ഓഡിറ്റബിൾ ആണ് എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമരമായിട്ട് വന്നിരിക്കുന്നത്. ആ ഒരു സാധനം രാഹുൽ മാങ്കൂട്ടം കൃത്യമായി ആ ഒരു സമൂഹത്തിനോട് കാണിച്ചു, നീതി പുലർത്തി അല്ലേ? പറയുമ്പോ ഒരു യോഗ്യത വേണം. മാങ്കൂട്ടം എന്ത് കൂട്ടമാണെങ്കിലും പറയുമ്പോ ഒരു ഡയലോഗ് വേണം. നമുക്കൊരു സ്വയം ഇത് പറയാൻ നമ്മൾ യോഗ്യനാണോ എന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കണം. അത് ഇതിനെന്നല്ല, എന്തിനെതിരെ നമ്മൾ പ്രതികരിക്കുമ്പോഴും നമ്മൾ അതിന് യോഗ്യനാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. എന്നാൽ മാത്രമേ ഇത് കേൾക്കണ ആൾക്കാർക്ക് ഇത് മനസ്സിലാകൂ, അല്ലെങ്കിൽ അതിനെ അവർ അക്സെപ്റ്റ് ചെയ്യൂ. എന്ത് കഴമ്പുണ്ട്. അപ്പൊ നമുക്ക് അടുത്തൊരു വാർത്തയിലോട്ട് പോകാം. അടുത്തൊരു വാർത്ത
ചെറുപ്പക്കാർക്കായി ഒരു കിടിലം തൊഴിലവസരം പ്രഖ്യാപിച്ച് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. KSRTCക്ക് വേണ്ടി ഇനി ആർക്കും പരസ്യം പിടിക്കാം. ഗണേഷ് കുമാർ ഉണ്ടല്ലോ, കേരളത്തിന് വേണ്ടി നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ചെയ്തങ്ങ് കുഴഞ്ഞെന്ന് തോന്നുന്നുണ്ട്. ഗണേഷ് കുമാറാ, എവിടെ നോക്കിയാലും ഗണേഷ് കുമാർ 2.5 കോടി രൂപയുടെ ബസ് ഇറക്കുന്നു, 5.5 കോടി രൂപയ്ക്ക് അത് പൊളിക്കാൻ കൊടുക്കുന്നു. എല്ലാം ഗണേഷ് കുമാറിന്റെ കയ്യിലായിപ്പോ. ഇപ്പൊ ഗണേഷ് കുമാറാണ് ഗതാഗത മന്ത്രി. അറിയായിരിക്കുമല്ലോ, എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. പ്രശ്നമാണ് എല്ലാ ആളിനും. 1 ലക്ഷം രൂപയുടെ പരസ്യം പിടിച്ചു കൊടുത്താൽ നമുക്ക് സ്പോട്ടിൽ 15% കമ്മീഷൻ കിട്ടും. അതായത് 1 ലക്ഷത്തിന്റെ പരസ്യത്തിന് 15,000 രൂപ നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകും. ഇനിയിപ്പോ ഇയാൾക്ക് വേണ്ടി നമ്മൾ ബ്രോക്കർ പണിയോടെ ചെയ്യും. നാളെ തൊട്ട് പരസ്യം പിടിക്കാൻ നടാം, ഉള്ള ജോലിയും കളഞ്ഞിട്ട് എല്ലാവരും കൂടെ. ഇപ്പൊ പുതിയൊരു സർക്കുലേഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ഗണേഷ് കുമാർ പറയുന്നത് KSRTC ഒരുക്കുന്ന തൊഴിലവസരം. എന്നാ പിന്നെ അതിനകത്ത് ഡ്രൈവർമാരായിട്ടോ ഈ പറഞ്ഞ PSC എഴുതി എത്രയോ പേര് നിൽക്കുന്നു, വല്ല കണ്ടക്ടർമാരായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തുവിടായോ? നീ ബ്രോക്കർ പണി ചെയ്തു തരണോ ഗവൺമെന്റിന് വേണ്ടി? കേരളത്തിൽ ഉള്ള സാധാരണപ്പെട്ട ജനങ്ങൾ ഇനി ബ്രോക്കർ പണി ചെയ്തു തരണോ? അറിയില്ല. അപ്പൊ തൊഴിലവസരം മാസം 1 ലക്ഷമെങ്കിലും പോക്കറ്റിലാകും. വമ്പൻ പ്രഖ്യാപനവുമായി മന്ത്രി. ഇതെന്തുവാണ് മന്ത്രി ഇത്? പരസ്യം കൊടുക്കണ്ടോ ഡയറക്റ്റ് നിങ്ങളെ അങ്ങ് വിളിച്ചാൽ പോരാ. ഇനിയിപ്പോ നമ്മൾ പോയി ചോദിക്കണോ നിങ്ങൾക്ക് പരസ്യം കൊടുക്കണം? അപ്പൊ അവനെന്തോ പറയും മറുപടി? ഞങ്ങൾക്ക് പരസ്യം നോക്കണോ, നീ വരണോ? ഞങ്ങൾക്ക് അറിയത്തില്ല KSRTC പോയി പരസ്യം തടുക്കാനെന്ന് പറയുമോ? സ്വാഭാവികമായിട്ടും ഒരു മുതലാളി എടുത്ത് പോയി ചോദിക്കുക, സാറേ ഞങ്ങളെ KSRTCയുടെ സൈഡിൽ പരസ്യം ഒട്ടിച്ചേരാൻ. അപ്പൊ അവനെന്തോ പറയും? ഞങ്ങൾക്ക് KSRTC പരസ്യം തടുക്കണമെങ്കിൽ നിന്റെ ആവശ്യം എന്തിനാ? ഞങ്ങൾക്ക് അറിയത്തില്ല ഡയറക്റ്റ് KSRTC പരസ്യം കൊടുക്കാൻ. അപ്പൊ അതും പോട്ടെ, അതല്ല ഇവിടുത്തെ പ്രശ്നം. അയാൾ KSRTCയിൽ പരസ്യം അത് ആരോ കൊടുക്കട്ടെ. നീ ആരെങ്കിലും വെറുതെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ പോയി ബ്രോക്കർ പണിയും ചെയ്തു കൊടുക്കട്ടെ. അതല്ല ഇവിടുത്തെ പ്രശ്നം. നമ്മുടെ നാട്ടില് കേരളത്തില് ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ എന്ത് ചെയ്യും? നല്ല ഭംഗിയുള്ള നല്ല സർവീസ് നടത്തിക്കൊണ്ടിരുന്ന നല്ല വൃത്തിയുള്ള സീറ്റുകളുള്ള നല്ല ഭംഗിയുള്ള കുറെ ടൂറിസ്റ്റ് ബസ്സുകൾ ഉണ്ടായിരുന്നല്ലോ. കുട്ടികൾക്ക് യാത്ര പോവാൻ, ടൂറ് പോവാൻ, കുടുംബങ്ങൾക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവാൻ, കല്യാണങ്ങൾക്ക് പോവാൻ, അല്ലേ? ഇപ്പൊ എന്ത് ചെയ്യാ ബസ്സുകളൊക്കെ? ആ ബസ്സൊന്നും ഇപ്പൊ കേരളത്തിൽ കാണാൻ പറ്റത്തില്ല. കേരളത്തിലൊന്നും ഇല്ല. നേരെ അങ്ങോട്ട് പോകണം. എവിടെ? ബാംഗ്ലൂർ, കർണാടക പോകണം. ഇപ്പൊ നിലവിൽ ഇവിടെ ആ ഓടിക്കൊണ്ടിരുന്ന ബസ്സുകൾ കാണാം, അല്ലേ? അതിന്റെ കാര്യം എന്താ പറഞ്ഞെന്നറിയോ? അതിന്റെ കാര്യം അതായത് അത് നിരോധിച്ച സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ ടൂറിസ്റ്റ് ബസ്സുകള് ഇവിടെ ഒന്നടങ്കം നിരോധിച്ചിരുന്ന സമയത്ത് ഇവര് നമ്മളുടെ അടുത്ത്, അതായത് ഈ മന്ത്രിമാരൊക്കെ തന്നെ പറഞ്ഞതിന്റെ മെയിൻ കാര്യം യാത്രക്കാരുടെ ശ്രദ്ധ കുറയുന്നു. അതായത് ഒരു ബൈക്ക് സ്കൂട്ടറുകാരൻ ഇങ്ങനെ പോവാ, അപ്പൊ അത് KSRTC വരുന്നു, അല്ലെങ്കിൽ മറ്റേ ടൂറിസ്റ്റ് ബസ് പെപ്പേന്ന് ഹോൺ അടിച്ച് വരുമ്പോ ഇടിച്ച്, മനസ്സിലായ? അതായത് നമ്മളുടെ നോട്ടങ്ങള്, നമ്മുടെ ശ്രദ്ധ തിരിയുന്നു. മെയിനായിട്ട് അതാണ്, നമ്മുടെ ശ്രദ്ധകൾ തിരിയുന്നു. അല്ലാതെ ഇപ്പൊ വേറെ എന്തൊക്കെ? ഇപ്പൊ നിലവിൽ വേറെ എന്താ? ടൂറിസ്റ്റ് ബസ് നിർത്താൻ വേണ്ടിയിട്ട് വേറൊരു കാരണം ഇല്ലല്ലോ. ഇപ്പൊ എന്താ വേറെ എന്താ കാരണം? ടൂറിസ്റ്റ് ബസ് ഇപ്പൊ കേരളത്തിൽ കൂടെ ഓടുമ്പോൾ പൊല്യൂഷൻ എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് കൂടുന്നുണ്ടോ? ഒന്നുമില്ല. ഇവര് പറഞ്ഞതിന്റെ ഏകദേശം കാരണം അതാണ്. നമ്മുടെ നോട്ടം, അതായത് നമ്മുടെ ശ്രദ്ധകൾ കുറയുന്നു എന്നുള്ളതാണ്. സാർ ഇതിനകത്ത് ഈ KSRTCക്കകത്ത് ഈ 12-15 അടി വലിപ്പമുള്ള ഈ KSRTCക്കകത്ത് മൊത്തം ന്യൂസ് പേപ്പറിനകത്ത് കൊടുക്കുന്ന പോലെ പരസ്യം കൊടുത്തുകൊണ്ട് പോയാല് ഈ സാധാരണക്കാരൻ തന്നെയല്ലേ ഇത് കണ്ടുപോയി വണ്ടി ഇടിച്ച് മുരുങ്ങുന്ന? സാറൊന്ന് ആലോചിച്ച് നോക്ക്. അല്ലെങ്കിൽ സാറന്മാർക്കൊന്നും ആലോചിക്കാൻ പറ്റില്ല. ഇത് കേൾക്കണ സാധാരണക്കാരായ നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളെന്നല്ല നമ്മൾ ആലോചിച്ച് നോക്കടേ. ഇത് തന്നെയല്ലേ സംഭവം? എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെന്ന്. ഇപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ അതുകൊണ്ടല്ല നമ്മുടെ കേരളം കൊണ്ടാണെങ്കിൽ എനിക്ക് ആ കാരണം അറിയില്ല. സോ ആ കാരണം ഒന്ന് കമന്റിൽ ഒന്ന് വന്ന് പറയട്ടാ. എനിക്കൊന്ന് അറിഞ്ഞിരിക്കാമല്ലോ, അതാണോ കാരണം അതല്ലയോ കാരണം എന്നൊന്നും. സോ അപ്പൊ എന്തായാലും അപ്പൊ ഗണേഷ് കുമാർ ഇനി അത് കേൾക്കാൻ വയ്യാതെ ഇതിനാണ് ഇന്നത് കേട്ടിട്ട്. അപ്പൊ മറ്റൊരു ന്യൂസ് വന്നിരിക്കുന്നത് കൊല്ലത്തുനിന്ന് ഒരു പുതിയ ന്യൂസ് വന്നിട്ടുണ്ട്. കൊല്ലം ശരിക്കും അത്ര വലിയ സീൻ സ്ഥലമൊന്നുമല്ല കേട്ടാ. കൊല്ലത്ത് നല്ല ചെക്കന്മാരുണ്ട്, നല്ല ചുണയുള്ള ആൺപിള്ളേരുള്ള ഒരു സ്ഥലമാണ് കൊല്ലം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ചുണയന്മാര് കൂടുമ്പോ ഇടി ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന്റെ ചില പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. അപ്പോ കൊല്ലത്തുനിന്നൊരു പുതിയ സാധനം വന്നിട്ടുണ്ട് കേട്ടാ. കുറെ നാളായി പക്ഷെ അവിടെ എന്തെങ്കിലും ഒന്ന് വന്നിട്ട്. ഇതാരാ? ഗാന്ധിജിയായിട്ട് എന്തോ ശത്രുത ഉണ്ടെന്നാ തോന്നുന്നത് കേട്ടാ. പുള്ളി ഗാന്ധിജിയുടെ
ചെവുക്കണ്ണത്ത് നോക്കി അടിക്കുക. ഗാന്ധിജി ഇവനോട് എന്തുവാടാ ചെയ്തേ? ഗാന്ധിജി ആ ഇരുത്തിരുന്ന് ആലോചിക്കുന്നുണ്ടാവും, ഈ തന്തയില്ലാത്തവനക്കൊക്കെ ആണല്ലോ ദൈവമേ സ്വാതന്ത്ര്യം മേടിച്ചു കൊടുത്തത്. പക്ഷെ അതല്ല കേട്ടോ ഇവിടുത്തെ കാര്യം. അവൻ മദ്യപിച്ച് ലക്ക് കെട്ടാണ് ഈ തന്തയില്ലാത്തരം കാണിക്കുന്ന വ്യക്തി അവിടെ നിന്നിത് കാണിക്കുന്നത്. അപ്പോ വീഡിയോ എടുത്തോണ്ട് നിൽക്കുന്നുണ്ടല്ലോ. ഇതിനൊന്നും ആണുങ്ങളല്ലായിരുന്നോ? ആണുങ്ങളുടെ സൗണ്ട് അവിടെ കേൾക്കുന്നുണ്ട്. അതിനകത്ത് ആണായി മീശ വെച്ചൊരുത്തനും ഇല്ലായിരുന്നോ? ഇങ്ങോട്ട് വലിച്ചുകൊണ്ട് വന്ന് 2 കൊടുത്താൽ ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ പോയാല് ഒന്നും ചെയ്യില്ല അല്ലേ? മാതൃസ്നേഹമുള്ള ഒരുത്തൻ ഇത് ചെയ്താല് പോലീസുകാർ എന്ത് പറയാനാ? എന്താണ് ഇടയാ? അപ്പൊ വീഡിയോ എടുക്കലാണ് മെയിനായിട്ട്. ആൾക്കാർക്ക് ഇപ്പൊ എല്ലാം വേണ്ടത് വീഡിയോ കണ്ടന്റ്. എല്ലാവർക്കും വേണ്ടത് കണ്ടന്റാ. ഓക്കെ, ഇതിപ്പോ ഇവനിത് കണ്ടന്റ് മാത്രമാ. ഇപ്പൊ ഇവന് ഗാന്ധിജി എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഇപ്പൊ ഇവൻ ആ ചെയ്ത പ്രവൃത്തിയോടൊന്നും അവിടെ നിന്ന് ഒരു മനുഷ്യർക്ക് ഒന്നും തോന്നിയിട്ടുണ്ടാവൂല. എല്ലാവർക്കും കണ്ടന്റ് മതി. ആരെങ്കിലും ഒന്ന് വണ്ടിയിൽ നിന്ന് വീണ് കിടന്നാല്, ഒരു പെര കത്തിയാല്, എല്ലാം കണ്ടന്റ് ആണ്, എല്ലാം വാർത്തയാണ്. ഇതെങ്ങനെയും ബാക്കി 100 പേരെ അറിയിക്കുക, ലൈക്ക് കിട്ടുക, കമന്റ് മേടിക്കുക. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു പരിപാടി. സംഭവം ആ വാർത്ത ആക്ച്വലി നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടില്ല. എനിവേ വാർത്ത ഇതാണ്, നമ്മുടെ നോട്ട് നിരോധിക്കാൻ പോവുകയാണെന്ന്. അതായത് നോട്ട് നമ്മുടെ കേരളത്തിലെ, നമ്മുടെ ഇന്ത്യയുടെ നോട്ട്, കേരളത്തിന്റെ അല്ല ഇന്ത്യയുടെ നോട്ടിന്റെ ഫോട്ടോ, നമ്മുടെ ഗാന്ധിജിയുടെ ഫോട്ടോ എടുത്ത് മാറ്റാൻ പോവുകയാണ്. മാറ്റിയിട്ട് പുതിയ ഏതോ ഫോട്ടോകളൊക്കെ വരാൻ പോവാണെന്നാണ് പറയുന്നത്. എനിക്കറിയില്ല. നമ്മുടെ അതും ഏതോ റിപ്പോർട്ടർ ചാനലിലെ മൊട്ടയുടെ ഒരു കൂട്ടുകാരനുണ്ടല്ലോ, അത് ബ്രിട്ടാസ് ആണോ അങ്ങനെ ആരുടെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടതാട്ടോ. അപ്പോ നമ്മുടെ ഗാന്ധിജിയുടെ ഫോട്ടോ മാറ്റിയിട്ട് അവിടെ വേറെ ഏതോ മഹത് വ്യക്തികളുടെ ഫോട്ടോ വെക്കാൻ പോവാണെന്നാണ് പറയുന്നത്. ഗാന്ധിജിക്ക് എന്തായിരുന്നു കുഴപ്പം? ഗാന്ധിജി ഇല്ലാത്ത നോട്ട് കാണുമ്പോൾ തന്നെ നമ്മളൊക്കെ അത് കണ്ടു വളർന്നുകൊണ്ടായിരിക്കും അല്ലേ? സോ എനിവേ മാറ്റം വേണം. ഗാന്ധിജി കുറെ നാളുകൊണ്ട് ഇരിക്കുമല്ലേ, വേറെ ഒരാൾ വരട്ടെ. അപ്പൊ അനുയോജ്യമായ ആള് വരട്ടെ. ഓക്കെ, അനുയോജ്യമായ ഒരാൾ വരട്ടെ. സുഭാഷ് ചന്ദ്രബോസോ, ഇനി അതേപോലെ എനിക്കറിയില്ലടാ, ആധികാരികമായി പറയാനൊന്നും അറിയില്ല. എന്നാലും അതിന് ആപ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ വരട്ടെ. മുഖ്യമന്ത്രിയുടെ ഫോട്ടോ ഒന്നും കൊണ്ടുവന്ന് വെക്കല്ലേ, പണത്തിനോടുള്ള ആഗ്രഹമേ അങ്ങ് പോയി കിട്ടും. സോ അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. പിന്നെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഈ മരുന്ന് എന്തായി വന്നിട്ട് മാസ്ക് ഇട്ടിട്ട് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണേന്ന്. എടാ, ചില കാര്യങ്ങൾ ഞാൻ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെയാണ്. ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി മാസ്ക് വേണം. പക്ഷെ ഇത് പെർമനന്റ് ഒന്നും അല്ല, ടെമ്പററി ആണ്. പിന്നെ നിങ്ങളുടെ കുറച്ച് സപ്പോർട്ട് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ധൈര്യം നമുക്കാവുമ്പോൾ ഉറപ്പായിട്ട് നമ്മൾ ഇതിനെ റിവീൽ ചെയ്യും. നിങ്ങളുടെ കൂടെ തന്നെ നമ്മൾ നിൽക്കും. സോ അപ്പൊ ഇന്നേക്ക് ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ന്യൂ ഇയർ ആണ് വരാൻ പോണേ. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. മാക്സിമം അത് ഞാൻ പറയാൻ മറന്നുപോയി. ബാറടാ, പുതിയ നിയമം, സർക്കാരിന്റെ പുതിയ നിയമം 12 മണി വരെ ബാറുണ്ട്. ആർമാദിക്കൂ, ഉന്മാദിക്കൂ, എല്ലാം ചെയ്യൂ. 12 മണി വരെ ബാറുണ്ട്. ഇതാണോ സർക്കാരെ കൊല്ലുവാണോ? അത്രയും ആൾക്കാർ കേരളത്തിൽ കുറഞ്ഞു കിട്ടട്ടെന്നാണ് ചിന്തിക്കണേന്ന് തോന്നുന്നുണ്ട്. അത്രയും ആൾക്കാർ തീരട്ടത്. സോ എനിവേ ഇവർക്ക് നിയമം വെക്കാം, 12 മണി വരെ തുറന്നു വെക്കാം. ജീവൻ നമ്മുടേതാണ്. നമ്മളെ കാത്ത് ഒരുപാട് ആൾക്കാർ വീട്ടിലിരിപ്പുണ്ടാവും. മക്കളൊക്കെ പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. ന്യൂ ഇയർ എല്ലാ വർഷവും ഉണ്ടാവും. പക്ഷെ ആള് വേണം. എന്നാൽ മാത്രമേ അടുത്ത ന്യൂ ഇയറിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. മാക്സിമം സപ്പോർട്ട് ചെയ്യട്ടോ. മാക്സിമം നിങ്ങളുടെ ഒരു സപ്പോർട്ട് വേണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് ഇനിയും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു തോട്ടുണ്ട്, അല്ല ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്, ഒരു തോട്ടുണ്ട്, നമ്മുടെ ഉള്ളിൽ കുറച്ച് ഐഡിയാസ് ഉണ്ട്. സോ എങ്കിൽ പോലും നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് അതിന്റെ മെയിൻ. നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് വേണ്ടത്.